വിയറ്റ്നാം സോൾജേഴ്സിന്റെ ഹൈഡിംഗ് പ്ലേസ് ആയ ചൂച്ചി ടണലിൽ വന്നപ്പോൾ ആദ്യം കുറച്ച് ഫോട്ടോ എടുത്തിട്ട് തുടങ്ങാമെന്ന് നമ്മൾ ഓർത്തു. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിൽ വന്നവരാരും ഈ ചൂച്ചി ടണൽ വിസിറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടാവത്തില്ല. ബിക്കോസ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ചൂച്ചി ടണൽ. വിയറ്റ്നാമിൻ്റെ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് 240 കിലോമീറ്ററോളം ട്രാവൽ ചെയ്താണ് നമ്മൾ ചൂച്ചി ടണലിലെത്തിയത്. ഇത് വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് വിയറ്റ്നാമീസ് സോൾജേഴ്സ് എങ്ങനെയാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന് ഒരു തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. ഇതുപോലെ ടണൽസ് ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് അവർ ഒളിച്ചിരിക്കും. അപ്പം ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ പോലെ തോന്നും. വേറെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പം ഇത് ഗ്രൗണ്ടായിട്ട് മാത്രമേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവർ ഈ ടണലിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരുന്നത്. ഭയങ്കര സഫോക്കേറ്റിംഗ് ആണ് ടണലിൻ്റെ അകത്തേക്ക് പോകാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫുൾ ഇരുട്ടാണ്. അപ്പം എനിമീസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ കണ്ടുപിടിച്ചൊരു മെത്തേഡായിരുന്നു ഈ ടണൽസ് ഉണ്ടാക്കുക. ഈ വിയറ്റ്നാമിൽ ഒരു ടൗൺ തന്നെ, അതായത് ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ടൗൺ തന്നെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കി എന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. പിന്നെ കുറേ മെത്തേഡ്സ് ഉണ്ടായിരുന്നു അവർക്ക് ഒളിക്കാനായിട്ട്. ഇതുപോലെ ടണൽസ്, പിന്നെ എനിമീനെ കളിപ്പിക്കാനുള്ള ഓരോരോ കുഴികൾ, അതൊക്കെയാണ് ഈ ചൂച്ചി ടണലിൽ നമ്മൾ കണ്ടത്.